ഹായ്, ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ തേർഡ് ക്വസ്റ്റൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഫൈൻഡ് ദ കോംപ്ലക്സ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. എന്ത് കണ്ടുപിടിച്ചാൽ മതി? കോംപ്ലക്സ് ഫൊറിയർ ട്രാൻസ്ഫോം മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതായത് എഫ് ഒമേഗ. കോംപ്ലക്സ് ഫൊറിയർ ട്രാൻസ്ഫോം ഈസ് എഫ് ഒമേഗ. അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. എന്താണ് എഫ് ഒമേഗ ഫോർമുല? 1/√2π ഇന്റഗ്രൽ -∞ to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് e raised to -i omega x dx. കണ്ടോ, എഫ് ഒമേഗ വരുമ്പോൾ ഇവിടെ എല്ലാം എക്സ് ആണ്. എഫ് ഓഫ് എക്സ് e raised to -i omega x dx 1/√2π. നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? എക്സ് ആണ്. e raised to -i omega x dx. അപ്പോൾ ഇവിടെ വേണ്ട എന്താണ്? എക്സിന്റെ ലിമിറ്റ്. എക്സിന്റെ ലിമിറ്റ് എന്താണ്? നമ്മുടെ ഫോർമുല ഇന്റഗ്രൽ -∞ to ഇൻഫിനിറ്റി ആണെങ്കിലും എക്സിന്റെ വാല്യൂ -1നും +1 ഇടയ്ക്കേ ഉള്ളൂ. എന്താണ് mod x ലെസ് ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂ ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. ഇങ്ങനെ എഴുതാലോ. അതായത് 1/√2π ഇന്റഗ്രൽ -1 to 1 x ഇൻറ്റു എന്താണ് e raised to -i തീറ്റ cos തീറ്റ -i sin തീറ്റ. അപ്പൊ e raised to -i omega x എന്താവും? cos omega x -i sin omega x dx. ഇങ്ങനെയായിട്ട് മാറി. ഇതിന്റെ രണ്ട് ഇന്റഗ്രേഷൻ ആയിട്ട് മാറ്റി എഴുതാം. അതായത് 1/√2π ഇന്റഗ്രൽ -1 to 1 x cos omega x dx x cos omega x dx -i വെളിയിലാക്കിയിട്ട് ഇന്റഗ്രൽ -1 to 1 ഈ ബ്രാക്കറ്റ് മാറ്റുന്നതാണ്. അപ്പൊ രണ്ട് ഇന്റഗ്രേഷൻ കിട്ടും. x sin omega x dx x sin omega x dx. ഇനി എന്താണ് നോക്കേണ്ടത്? ഓടാണോ ഈവൻ ആണോ നോക്കാം. കാരണം ഇന്റഗ്രൽ -1 to +1 ആണ്. അപ്പോൾ ഒരാൾ ഓടാകാം, ഒരാൾ ഈവൻ ആകാം. ഇവിടെ dx ആണേ. അപ്പൊ എക്സിന് മൈനസ് കൊടുത്തു നോക്ക്. എക്സിന് മൈനസ് വരും, ഇവിടെ മൈനസ് വരില്ല. അപ്പൊ എന്താണ്? ഫസ്റ്റ് ഇന്റഗ്രൽ ഓടാണ് അല്ലേ. സെക്കൻഡ് എന്താണ്? എക്സിന് മൈനസ് വരും, സൈനിനും മൈനസ് വരും. രണ്ട് മൈനസും കൂടെ ക്യാൻസൽ ആയിട്ട് അത് ഈവൻ ഫംഗ്ഷൻ ആണ്. കണ്ടോ, രണ്ടാമത് ഈവൻ ഫംഗ്ഷൻ ആണ്, ആദ്യത്തത് ഓഡ് ഫംഗ്ഷൻ ആണ്. ഇവിടെ ഡി എക്സ് ആയതുകൊണ്ട് എക്സിന് മൈനസ് കൊടുത്തു നോക്കും. ഒമേഗ ആയിരുന്നെങ്കിൽ ഒമേഗയ്ക്ക് മൈനസ് കൊടുക്കുമായിരുന്നു. തീറ്റ ആയിരുന്നെങ്കിൽ തീറ്റയ്ക്ക് മൈനസ് കൊടുക്കുമായിരുന്നു. അപ്പൊ ഇവിടെ എന്താണ്? എക്സിന് മൈനസ് കൊടുത്തപ്പോഴത്തേക്ക് ഇവിടെ മൈനസ് പുറത്തു വന്നു, കോസിൽ മൈനസ് ഇല്ല, ടോട്ടലി അത് ഓടാണ്. ഇവിടെ മൈനസ് പുറത്തു വന്നു, ഇവിടെയും മൈനസ് പുറത്തു വന്നു, രണ്ടും കൂടെ പ്ലസ് ആയി, ഈവൻ ഫംഗ്ഷൻ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? 0. അപ്പൊ എന്തായി? 1/√2π. അവിടെ ഒരു -i ഉണ്ടല്ലോ, -i അതും കൂടെ ഇങ്ങോട്ട് വന്നതാണ്. എന്താണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. 2 ടൈംസ് ഇന്റഗ്രൽ 0 to 1 x sin omega x dx. ഇതല്ലേ? എന്താണ്? 2/√2. ഒരു മൈനസ് ഉണ്ട്, -√2/π i എന്ന് കിട്ടും അല്ലേ. 2 എന്ന് പറഞ്ഞാൽ √2 × √2 ആണ്. ഒരു റൂട്ട് വെട്ടിപ്പോയിട്ട് മുകളിൽ റൂട്ട് വരും. √2/√π തന്നെ √2/π. ഒരു മൈനസ് ഉണ്ട്, ഒരു i ഉണ്ട്. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യണം എങ്ങനെയാണ്? നമ്മുടെ ബെർണോളിസ് തിയറം. എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ആണ്. സൈനിന് -cos omega x by omega വിത്ത് റെസ്പെക്ട് ടു x ആണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു x വരുമ്പോൾ ഒമേഗ എക്സിന്റെ ഡെറിവേറ്റീവ് ഒമേഗ ആണ്. അപ്പൊ എന്ത് കിട്ടി? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് -cos omega എക്സിന് കോസിന് സൈൻ ആണ്, സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ. രണ്ട് ഒമേഗ വന്നുകൊണ്ട് ഒമേഗ സ്ക്വയർ. തീർന്നല്ലോ. 0 to 1 കണ്ടോ, ബെർണോളിസ് തിയറം ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ ഒമേഗ എക്സിന് -cos omega x ബൈ ഒമേഗ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റു cos omega എക്സിന്റെ ഇന്റഗ്രൽ സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ. ഇവിടെ ഒരു ഒമേഗ ഇല്ലേ, വീണ്ടും ഒരു ഒമേഗ വന്നപ്പോൾ ഒമേഗ സ്ക്വയർ ആയി. ഇനി അടുത്ത് പ്ലസ് ആണ് വരേണ്ടത്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് 0 അല്ലേ അടുത്ത് വരേണ്ടത്. അതുകൊണ്ട് വേണ്ട, തീരാം. ലിമിറ്റ് 0 to 1. ഇനി നമുക്ക് ലിമിറ്റ് കൊടുത്താൽ മതി. അതായത് -√2/π i. നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അപ്പർ ലിമിറ്റ് 1 ആണ്. അപ്പൊ എന്ത് വരും? നമ്മൾ dxനാണ് ചെയ്തത്. അപ്പൊ എക്സിനാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. എക്സിനാണ് 1 കൊടുക്കേണ്ടത്. അപ്പൊ എന്ത് വരും? -cos omega by omega അല്ലേ. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. എക്സിന് 1 വന്നപ്പോഴത്തേക്ക് cos omega by omega പ്ലസ്
എക്സിന് 1 വന്നപ്പോഴത്തേക്ക് സൈൻ ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ അല്ലേ. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോഴോ 0 ഇൻറ്റു അപ്പൊ 0 സൈൻ 0 0 അപ്പൊ ലോവർ ലിമിറ്റിന്റെ ഒരു ടേമും ഇല്ല. അപ്പൊ ഈ കിട്ടിയത് തന്നെയാണ് ആൻസർ. എന്ത് ചെയ്യാം, ഈ മൈനസ് കൂടെ അകത്തോട്ട് ഏറ്റുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, √2/πi കോസ് ഒമേഗ ബൈ ഒമേഗ, ഇവിടെ മൈനസ് വരും, മൈനസ് സൈൻ ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ഇത് തന്നെയാണ് ആൻസർ. ഓക്കെ, next question is find the Fourier transform of f of x equal to e raised to minus alpha mod x, alpha greater than 0. Using this result, find the inverse transform of 1 by 1 plus omega square and hence prove that എന്താണ് f of x equal to e raised to minus alpha mod x എന്നുണ്ട്. അതിന്റെ Fourier transform കണ്ടുപിടിക്കണം. അത് ആദ്യം കണ്ടുപിടിക്കാം. എന്താണ് Fourier transformന്റെ ഫോർമുല? Fourier transform f omega ഫോർമുല എന്താണ്? 1 by √2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി f of x e raised to minus i omega x dx. Fourier ട്രാൻസ്ഫോമിന്റെ ഫോർമുല ഇതാണ് ആദ്യത്തെ സെക്ഷൻ. അതായത് 1 by √2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി f of x എന്താണ്? e raised to minus alpha mod x e raised to minus i omega x dx. ഇവിടെ ആൽഫയാണ് ഗ്രേറ്റർ ദാൻ 0, അല്ലാതെ എക്സ് അല്ല. എക്സ് ആയിരുന്നുവെങ്കിൽ നമുക്ക് 0 to ഇൻഫിനിറ്റി എന്ന് എഴുതായിരുന്നു. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നുണ്ടായിരുന്നുവെങ്കിൽ 0 to ഇൻഫിനിറ്റി എന്ന് എഴുതായിരുന്നു. ഇവിടെ ആൽഫയാണ് ഗ്രേറ്റർ ദാൻ 0, അതുകൊണ്ട് എന്താണ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ആൽഫ മോഡ് എക്സ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. ഇനി എന്താണ് ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റയാണ്. അതങ്ങനെ മാറ്റുമ്പോഴത്തേക്ക് 1 by √2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി e raised to minus alpha mod x into e raised to minus i omega x എന്താണ്? cos omega x minus i sin omega x dx. ഇനി എന്ത് ചെയ്യാം, ഇതിനെ രണ്ട് ഇന്റഗ്രൽ ആയിട്ട് മാറ്റി എഴുതാം. 1 by √2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി e raised to minus alpha mod x cos omega x minus i integral minus infinity to infinity e raised to minus alpha mod x sin omega x dx. ഇങ്ങനെ എഴുതാം. കണ്ടോ, രണ്ട് ഇന്റഗ്രേഷനായിട്ട് മാറ്റി എഴുതി. ഇനി നമുക്കിത് ഓഡാണോ ഇവനാണോ നോക്കാം. സാധാരണ ഇ റൈസ് ടു വരുമ്പോഴത്തേക്ക് ഇ റൈസ് ടു ഓടുമല്ല ഈവനുമല്ല. പക്ഷെ ഇവിടെ മോഡ് എക്സിലെ കിടക്കുന്നത്. മോഡ് എക്സില് നമ്മൾ മൈനസ് കൊടുത്താൽ മൈനസ് പുറത്ത് വരുന്നില്ലല്ലോ, അപ്പൊ ഇതിന് അത് എഫക്ട് ചെയ്യുന്നില്ല. മോഡ് കിടക്കയില്ലേ, അവിടെ മൈനസും പ്ലസ് എന്തായാലും ഇത് മൈനസ് പുറത്ത് വരുന്നില്ല. അപ്പൊ ഇതിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇതിന്റെ കാര്യം എന്താണ്? കോസ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇത് ഈവൻ വരും. ആദ്യത്തത് ഈവൻ വരും, രണ്ടാമത്തത് എന്താണ്? സൈൻ അല്ലേ വരുന്നത്, മൈനസ് പുറത്ത് വരും, ഓടാണ്. അപ്പൊ ഓട് വരുന്ന ആൻസർ എന്താണ്? 0 എന്ന് വരും. ഓട് വരുന്നതിന്റെ ആൻസർ 0 ആണ്. ഈവൻ വരുമ്പോൾ എന്താണ്? 2 ടൈംസ്. അപ്പോൾ 1 by √2π ഉണ്ട്. 2 ടൈംസ് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ആൽഫ മോഡ് എക്സ് കോസ് ഒമേഗ എക്സ്. ഇവിടെ എന്താണ്? ഒരു ഡി എക്സും കൂടെ വരണ്ടേ? ഡി എക്സും കൂടെ ഇവിടെ വരണം. ഡി എക്സ് എന്ന് കിട്ടി. ഇനി എന്താണ്? നമുക്ക് 0 to ഇൻഫിനിറ്റിയേ ഉള്ളൂ. അപ്പൊ പിന്നെ ഈ മോഡിന്റെ ആവശ്യം എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. 0 to ഇൻഫിനിറ്റി വരെയുള്ള പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ മോഡിന്റെ ആവശ്യമില്ലല്ലോ. സാധാരണഗതിയിൽ ഒരു ഇ റൈസ് ടു ഫംഗ്ഷൻ ഓടുമല്ല ഈവനുമല്ല. പക്ഷെ ഇവിടെ എന്താണ്? ഈ മോഡും കൂടെ വന്നോണ്ടാണ്. ഈ മോഡ് വന്നുകൊണ്ട് മൈനസ് കൊടുക്കുമ്പോൾ മൈനസ് അവിടെ എഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഈ സെക്കൻഡ് ഫംഗ്ഷന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇവിടെ നോക്കിയപ്പോൾ എന്താണ്? മൈനസ് പുറത്ത് വരുന്നില്ല, അത് ഈവൻ ഫംഗ്ഷൻ ആണ്. ഇവിടെ എന്ത് വരും? മൈനസ് പുറത്ത് വരും, മോഡ് ഫംഗ്ഷൻ ആണ്, അതിന്റെ ആൻസർ 0 വരും. ഇതപ്പോൾ 2 ടൈംസ് പറഞ്ഞ് എഴുതാം. ഇനി എന്താ? ഈ ലിമിറ്റ് 0 to ഇൻഫിനിറ്റിയേ ഉള്ളൂ. അങ്ങനെ വരുമ്പോഴേ ഇ റൈസ് ടു മൈനസ് മോഡിന്റെ ആവശ്യം അവിടെ ഇല്ല. മോഡ് മാറ്റിയിട്ട് ഇ റൈസ് ടു മൈനസ് ആൽഫ എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്നായി. ഇതെന്താണ് കിട്ടിയത്? എഫ് ഒമേഗയാണ് കിട്ടിയത്. ഇനി ആ ഇന്റഗ്രേഷൻ ചെയ്യാം. ആ ഇന്റഗ്രേഷൻ എങ്ങനെ ചെയ്യും? ഈ കിട്ടിയത് എഫ് ഒമേഗയാണ്. എഫ് ഒമേഗ ഈക്വൽ ടു 2 by √2 വരുമ്പോൾ √2/π ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ആൽഫ എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇതാണ് കിട്ടിയത്.
ഇനി എന്താണ് ഈ ഇന്റഗ്രേഷൻ ചെയ്യണം. ഇതെന്ത് പോലെയാണ്? ഇന്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് കോസ് ബി എക്സ് ഡി എക്സ്. ഈ ഫോമല്ലേ? നോക്കി നോക്ക്. ഇന്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് കോസ് ബി എക്സ് ഡി എക്സ്. ഇതിനൊരു ഫോർമുല ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു, അപ്പൊ ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ കോസ് ബി എക്സ്, എ കോസ് ബി എക്സ് പ്ലസ് കോസ് വരുമ്പോൾ പ്ലസ് ആണ്, സൈൻ ആണെങ്കിൽ മൈനസ് വരുമായിരുന്നു, പ്ലസ് ബി സൈൻ ബി എക്സ്, ബി സൈൻ ബി എക്സ്. ഇതാണ് ഫോർമുല. ഇതൊന്ന് ബൈ ഹാർട്ട് ആക്കിയിരിക്കണം. എന്താണ്? ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? √2/π ഉണ്ട്. ഇ റൈസ് ടു അതേപോലെ വരും. ഇ റൈസ് ടു മൈനസ് ആൽഫ എക്സ് ബൈ മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ, അതായത് ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. പിന്നെ എന്താണ്? മൈനസ് ഒമേഗ കോസ് ഒമേഗ മൈനസ് ആൽഫ കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ്. ഇതല്ലേ ഈ ഫോർമുല? അതേപോലെ യൂസ് ചെയ്തതാണ്. എ കോസ് ബി എക്സ് എന്ന് പറയാനടുത്ത് മൈനസ് ആൽഫ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ്. ഇനി എന്താണ്? നമ്മുടെ ലിമിറ്റ് കൊടുക്കുന്നത്. ലിമിറ്റ് എന്താണ്? 0 to ∞. എന്ത് വരും? വെളിയിലൊരു √2/π ഉണ്ട്. നമ്മളിവിടെ എക്സിനാണ് ചെയ്തത്, അപ്പൊ എക്സിനാണ് ലിമിറ്റ് കൊടുക്കാൻ പോണത്. അപ്പൊ ഇവിടെ ഉള്ള ഈ 1/α² പ്ലസ് ഒമേഗ സ്ക്വയറിനെ വെളിയിലാക്കാം. ബാക്കി ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. അപ്പൊ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ആൻസർ 0 മൈനസ്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0, ഇ റൈസ് ടു 0 1 ആണ്. 1 നമ്മൾ ഈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയറിനെ വെളിയിലെടുത്തല്ലോ, അപ്പൊ 1 ഇൻറ്റു നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുത്തപ്പോൾ എല്ലാം 0 ആണ്. അപ്പർ ലിമിറ്റിന്റെ ടേം ഇല്ല, 0 ആണ്. ലോവർ ലിമിറ്റ് 0 ആണ് കൊടുക്കുന്നത്. അപ്പൊ എന്ത് വരും? ഇവിടെ കോസ് 0 1 ആണ്. അപ്പൊ മൈനസ് ആൽഫ അല്ലേ? ലോവർ ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പർ ലിമിറ്റ് 0 മൈനസ് ലോവർ ലിമിറ്റ് ഇവിടെ 1 ആണ്. 1 ഇൻറ്റു മൈനസ് ആൽഫ പ്ലസ് ലോവർ ലിമിറ്റ് ഇവിടെ കൊടുക്കുമ്പോൾ എന്താണ്? സൈൻ 0. അപ്പൊ അതില്ല, ഇത്രയല്ലേ ഉള്ളൂ അല്ലേ? അപ്പൊ എന്ത് വന്നു? ഇത് പ്ലസ് ആണ്. √2/π ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടി. ഇതെന്താണ്? എഫ് ഒമേഗയാണ് കിട്ടിയത്. എഫ് ഒമേഗ ഈക്വൽ ടു √2/π ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയറിന് കിട്ടിയത് എന്താണ്? നമ്മുടെ ഫൊറിയർ ട്രാൻസ്ഫോം എഫ് ഒമേഗ കിട്ടി. ഫൊറിയർ ട്രാൻസ്ഫോം എഫ് ഒമേഗയാണ് കിട്ടിയത്. ഇനി ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ കണ്ടുപിടിക്കണം. അതായത് ഇനി ഇതിനെ ബേസ് ചെയ്ത് കണ്ടുപിടിക്കണം ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ആയ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അപ്പൊ എഫ് ഓഫ് എക്സിന്റെ ഫോർമുല എഴുതാം. അപ്പൊ നമുക്ക് കിട്ടിയത് എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് ആൽഫ മോഡ് എക്സ് ആണെങ്കിൽ അതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എഫ് ഒമേഗ എന്താണ്? √2/π ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടി. ഇനി എന്താണ്? ഈ റിസൾട്ട് യൂസ് ചെയ്ത് യൂസിംഗ് ദിസ് റിസൾട്ട് ഫൈൻഡ് ദ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ. ഈ റിസൾട്ട് യൂസ് ചെയ്ത് വേണം നമുക്ക് ഈ 1/1 പ്ലസ് ഒമേഗ സ്ക്വയറിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ. അത് കണ്ടുപിടിക്കാം. എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഒമേഗ അല്ലേ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഒമേഗയാണ്. എന്താണ് എഫ് ഓഫ് എക്സ്? ഇ റൈസ് ടു മൈനസ് ആൽഫ എക്സ് ആണ്. ഇ റൈസ് ടു മൈനസ് ആൽഫ മോഡ് എക്സ് ആണ്. ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എന്താണ്? എഫ് ഒമേഗ. എഫ് ഒമേഗ എന്ത് കിട്ടി? √2/π ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയറിന് കിട്ടി അല്ലേ? ഇനി ഈ √2/π ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും? √π/2 ഇൻറ്റു ഇത് വരില്ലേ? ഈ √2/π ഇവിടെ നിന്ന് വെളിയിലിറക്കാം. അപ്പൊ എന്ത് വരും? അതായത് √2/π കോൺസ്റ്റന്റ് അല്ലേ? ഇൻറ്റു എഫ് ഇൻവേഴ്സ് ഓഫ് ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് എടുക്കാം അല്ലേ? ഇതെന്തോന്നാണ്? ഇ റൈസ് ടു മൈനസ് ആൽഫ മോഡ് എക്സ് ആണ്. ഈ √2/π ഇപ്പുറത്ത് വന്ന എന്ത് വരും? √π/2 ഇ റൈസ് ടു മൈനസ് ആൽഫ മോഡ് എക്സ് ഈക്വൽ ടു അല്ലേ? ഈ √2/π ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് √π/2
ഇ റൈസ് ടു മൈനസ് ആൽഫ മോഡ് എക്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ഇനി എന്താണ് നമുക്ക് ഇതിന്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എന്താണ് ആൽഫയുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പൊ പുട്ട് ആൽഫ ഈക്വൽ ടു 1. ആൽഫയ്ക്ക് 1 കൊടുത്താൽ എന്ത് കിട്ടും? പുട്ട് ആൽഫ ഈക്വൽ ടു 1 കൊടുത്താൽ റൂട്ട് പൈ ബൈ 2. ആൽഫയ്ക്ക് 1 ആണ്. അപ്പൊ ഇ റൈസ് ടു മൈനസ് മോഡ് എക്സ്. ആൽഫയ്ക്ക് 1. അപ്പൊ ഇ റൈസ് ടു മൈനസ് മോഡ് എക്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് 1 ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടി? ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് 1 ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഈസ് ഇതാണ്. കിട്ടിയില്ലേ? അതായത് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് 1 by 1 plus omega square is root pi by 2 e raised to minus mod x. ഈ റിസൾട്ട് ഓർത്തിരിക്കണം. കാരണം ഈ റിസൾട്ട് വെച്ച് ഇനി അടുത്ത പ്രോബ്ലം ചെയ്യാനുണ്ട്. ഇനി എന്താണ്? കഴിഞ്ഞില്ല. വീണ്ടും എന്ത് വേണം? ഹെൻസ് പ്രൂവ് ദാറ്റ്. ഇതും കൂടെ പ്രൂവ് ചെയ്യണം. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? നമ്മൾ ആ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കൂടെ കണ്ടുപിടിച്ചാലേ നമുക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇനി ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. ഇനി ഇവിടെ നിന്ന് നമ്മുടെ എഫ് ഒമേഗ ഉണ്ടായിരുന്നല്ലോ. ആദ്യത്തെ എന്താണ്? നമ്മൾ എഫ് ഓഫ് എക്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഒമേഗ കണ്ടുപിടിച്ചു. അവിടെ നിന്ന് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. എന്താണ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫോർമുല 1 by root 2 pi ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഒമേഗ ഇ റൈസ് ടു ഐ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇതാണ് ഫോർമുല. 1 by root 2 pi ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി തന്നെയാണ്. പാരാമീറ്റർ ഒമേഗയാണ്. ഒമേഗയെ കുറിച്ച് വേറെ പറയുന്നില്ല. ഇപ്പൊ എന്താണ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി? എഫ് ഒമേഗ എന്താണ്? റൂട്ട് 2 by പൈ ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇ റൈസ് ടു ഐ ഒമേഗ എക്സ് പറഞ്ഞാൽ എന്താണ്? ഇ റൈസ് ടു ഐ ഒമേഗ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ എക്സ് പ്ലസ് ഐ സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇതല്ലേ? അപ്പൊ എഫ് ഒമേഗ എന്താണ്? അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അതായത് ഇ റൈസ് ടു ഐ ഒമേഗ എക്സ് ആണ്. കോസ് ഒമേഗ എക്സ് പ്ലസ് ഐ സൈൻ ഒമേഗ എക്സ്. പിന്നെ ഡി എക്സ് അല്ല, ഡി ഒമേഗ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തൊക്കെ എഴുതാം. ഇവിടുത്തെ റൂട്ടും ഇവിടുത്തെ റൂട്ടും കൂടെ വെട്ടിപ്പോകും. റൂട്ട് പൈ ഇൻറ്റു റൂട്ട് പൈ 1 by പൈ എന്ന് കിട്ടും. 1 by പൈ. ഇത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ആണ് കണ്ടുപിടിക്കുന്നത്. 1 by പൈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇനി എന്ത് വരും? ഒരു ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. രണ്ട് ഇന്റഗ്രേഷനായിട്ട് മാറ്റി എഴുതാം. കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ പ്ലസ് വീണ്ടും ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. നമ്മൾ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ രണ്ടെണ്ണം കിട്ടൂലേ? അത് തന്നെയാണ്. രണ്ടാമത്തിൽ ഐ ഉണ്ട്. ഐ വെളിയിലാക്കാം. ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. രണ്ട് ഇന്റഗ്രേഷനായിട്ട് മാറി വന്നു. ശരിയല്ലേ? തെറ്റിയല്ലോ. ഇത് 1 by പൈ ആണ്. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇതുണ്ട് കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. അടുത്തതിൽ ഐ ഉണ്ട്. ഇത് സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇനി എന്ത് നോക്കണം? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഓടാണോ ഇവനാണോ നോക്കാം. എന്താണ്? ഡി ഒമേഗയാണ്. ഡി ഒമേഗ. അപ്പൊ ഒമേഗയ്ക്കാണ് നമ്മൾ മൈനസ് കൊടുക്കേണ്ടത്. അപ്പൊ ഒമേഗയിൽ മൈനസ് കൊടുക്കുമ്പോൾ ഇവിടെ എന്തായാലും ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. ഇവിടെ മാറ്റം വരുന്നില്ല. ഇവിടെ ഈ മാറ്റം വരുന്നില്ല. ഇവിടെ മൈനസ് കൊടുക്കുമ്പോൾ മൈനസ് പുറത്ത് വരുന്നില്ലല്ലോ. ഈവൻ ഫംഗ്ഷനാണ്. ഇവിടെ എന്താണ്? ഇവിടെ മാറ്റം വരുന്നില്ല. പക്ഷെ ഇവിടുത്തെ മൈനസ് പുറത്ത് വരുന്നുണ്ട്. അപ്പൊ അത് ഓഡ് ഫംഗ്ഷനാണ്. അപ്പൊ ആൻസർ എന്തായി? രണ്ടാമത്തെ ഇന്റഗ്രേഷന്റെ ആൻസർ 0 ആയി കിട്ടി. അപ്പൊ ആദ്യത്തെ മാത്രമല്ലേ ഉള്ളൂ. അത് ഈവൻ ഫംഗ്ഷൻ അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? 2 by പൈ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് കിട്ടി കഴിഞ്ഞു അല്ലേ? ഇത് ഈവൻ ഫംഗ്ഷൻ ആണ് 2 times. അപ്പൊ 2 by പൈ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇതെന്താണ്? ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആണ്. അതായത് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയതാണ് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആണ്. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് ഇത് കണ്ടുപിടിക്കേണ്ടത്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യണം? നോക്കി നോക്ക്.
അപ്പൊ ഇത് എഫ് ഓഫ് എക്സ് ആണ് കിട്ടിക്കഴിഞ്ഞത്. അപ്പൊ ഇന്റഗ്രൽ വാല്യൂ മാത്രം എന്ത് വരും? ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് പറയുന്നത് ഈ 2/π ഇപ്പുറത്ത് വരും. അപ്പൊ π/2 ഇത് എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ പൈ ഇവിടെ വരും, 2 താഴെ വരും. π/2 എഫ് ഓഫ് എക്സ്, π/2 എഫ് ഓഫ് എക്സ് കിട്ടും. അതായത് π/2 ഇൻറ്റു എന്താണ് എഫ് ഓഫ് എക്സ്? ഇ റൈസ് ടു മൈനസ് ആൽഫ മോഡ് എക്സ് ആണ്. ഇ റൈസ് ടു മൈനസ് ആൽഫ മോഡ് എക്സ് ആണ്. അപ്പൊ ഇങ്ങനെ കിട്ടി കഴിഞ്ഞു. എന്താണ്? ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് പറയുന്നത് π/2 ഇ റൈസ് ടു മൈനസ് ആൽഫ മോഡ് എക്സ് ആണ്. ഇവിടെ നിന്നാണ് നമുക്ക് ഇവിടെ എത്തേണ്ടത്. ഒന്ന് കമ്പയർ ചെയ്തേ. ഇവിടെ എന്താണ് വേണ്ടത്? ഇവിടെ ഉള്ളത് ഇ റൈസ് ടു മൈനസ് ആൽഫ മോഡ് എക്സ് ആണ്. ഇവിടെ വേണ്ടത് ഇ റൈസ് ടു മൈനസ് മോഡ് എക്സ്. എന്ത് കൊടുത്താൽ മതി? ആൽഫയ്ക്ക് 1 എന്ന് കൊടുത്താൽ മതി. പുട്ട് ആൽഫ ഈക്വൽ ടു 1. പുട്ട് ആൽഫ ഈക്വൽ ടു 1. ആൽഫയ്ക്ക് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ എന്ത് വരും? ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ അല്ലേ? ഇവിടെ ഒരു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്നല്ലേ? ആൽഫയ്ക്ക് 1 വരും. അപ്പൊ 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ ഈക്വൽ ടു π/2 ഇ റൈസ് ടു മൈനസ് മോഡ് എക്സ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ആയില്ലേ? ഇതിന്റെ വാല്യൂ ഇതാണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ റിസൾട്ട് വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്യാൻ അടുത്തുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. ഇതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഈ റിസൾട്ട് അറിയാമെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത റിസൾട്ട് ആണ്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ കിട്ടിയ റിസൾട്ട് ആണ് എഫ് ഓഫ് ഇ റൈസ് ടു മൈനസ് ആൽഫ മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ √2/π ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. ഈ ആൽഫയ്ക്ക് 1 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ്, അതായത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ √2/π 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. ഈ റിസൾട്ട് അറിയാമെങ്കിൽ ഈ റിസൾട്ട് യൂസ് ചെയ്താൽ മതി. ഇത് നമ്മുടെ റിസൾട്ടാണ്. ഈ റിസൾട്ട് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആദ്യം മുതലേ ചെയ്തു വരണം. ഫൊറിയർ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഫോർമുല അറിയാമല്ലോ, ആ ഫോർമുല വെച്ച് ചെയ്തു വന്നാലും മതി. ഇപ്പൊ ഈ റിസൾട്ട് നമുക്ക് അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്താണ്? എഫ് ഓഫ് 2 ഇ റൈസ് ടു മൈനസ് ആൽഫ മോഡ് എക്സ് പ്ലസ് 4 ഇ റൈസ് ടു മൈനസ് 4 മോഡ് എക്സ്. ക്യാപിറ്റൽ എഫ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എന്നാണ്. ഈ എഫ് ഓഫ് എക്സ്, ഈ ഫംഗ്ഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എന്നാണ് അർത്ഥം. എഫ് ഓഫ് 2 ഇ റൈസ് ടു ആൽഫ ഇ റൈസ് ടു മോഡ് എക്സ് പ്ലസ് 4 ഇ റൈസ് ടു 4 മോഡ് എക്സ്. അപ്പൊ എന്ത് വരും? ഈ 2 ഇവിടെ വെളിയിലാക്കാം. നമുക്ക് രണ്ട് ഫംഗ്ഷൻ ആയിട്ട് ആദ്യം സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എഫ് ഓഫ് 2 ഇ റൈസ് ടു മൈനസ് മോഡ് എക്സ് അതൊരെണ്ണം പ്ലസ് എഫ് ഓഫ് 4 ഇ റൈസ് ടു മൈനസ് 4 മോഡ് എക്സ് രണ്ടാക്കി മാറ്റി എഴുതി. ഇനി ഇവിടുന്ന് 2 വെളിയിലാക്കാം, അവിടുന്ന് 4 വെളിയിലാക്കാം. 2 ടൈംസ് എഫ് ഓഫ് ഇ റൈസ് ടു മൈനസ് മോഡ് എക്സ് പ്ലസ് 4 ടൈംസ് എഫ് ഓഫ് ഇ റൈസ് ടു മൈനസ് 4 മോഡ് എക്സ്. ഇങ്ങനെയല്ലേ? 2 ടൈംസ് എന്താണ്? എഫ് ഓഫ് ഇ റൈസ് ടു മൈനസ് മോഡ് എക്സ്. അതല്ലേ? √2/π 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് 4 ടൈംസ് ഉണ്ട്. എന്താണ്? ഇ റൈസ് ടു മൈനസ് ആൽഫ മോഡ് എക്സിന് √2/π ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. അപ്പൊ 4/4 സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്നാണ് അല്ലേ? അപ്പൊ എന്താവും? നമുക്ക് ഈ √2/π വെളിയിലാക്കാം. രണ്ടിലുണ്ടല്ലോ, √2/π വെളിയിലാക്കിയിട്ട് ഈ 2-നകത്തോട്ട് കയറ്റാം. അപ്പൊ എന്താവും? 2/1 പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഈ √2/π വെളിയിലാക്കിയിട്ട് ഈ 4-നകത്ത് കയറ്റാം. അപ്പൊ 16 എന്താണ് 4 സ്ക്വയർ 16 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. കണ്ടോ? ഇതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. √2/π 2/1 പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് 16/16 പ്ലസ് ഒമേഗ സ്ക്വയർ എന്നാണ്. ഈ റിസൾട്ട് നമുക്ക് അറിയാമെങ്കിൽ മാത്രം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്, ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ സാധാ ഫോർമുല എടുത്ത് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആൻസർ കിട്ടുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.